നിബി, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഓക്കെയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ല. നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാ? പൈക്ക കലാപം. ഏത് വർഷമാണെന്നറിയോ? അതെനിക്ക് തോന്നുന്നു 1817 മുതൽ 1825 വരെയാണ് പൈക്ക കലാപം. ശരിയായ ഉത്തരമാണ്, പൈക്കയാണ്. എവിടെയാ പൈക്ക? പൈക്കയോ? ഒഡീഷയിലാണ്. ആ പൈക്ക കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരും കൂടെ പഠിച്ചു വെക്കണം. അതാരാണ്? ബക്ഷി ജഗബന്ധു. ആ പേര് ഓർത്തു വെക്കണം. ശരിക്കും അതിനുമൊക്കെ മുമ്പ് അത്യാവശ്യം കുറച്ചേറെ ബ്രിട്ടീഷുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഘടിതമായൊരു കലാപം ആദ്യം നടന്നത് കേരളത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഏതാത്? 1721 ആറ്റിങ്ങൽ കലാപം. അപ്പം പൈക്ക കലാപത്തിന് നേതൃത്വം കൊടുത്തയാളുടെ പേര് ബക്ഷി ജഗബന്ധു. അത് ഓർത്തു വെക്കണം കേട്ടോ. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാ? കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നിലവിൽ വന്ന ദിവസം ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16. ഒക്ടോബർ 16 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമില്ല, ലോക ഭക്ഷ്യദിനം. ഓക്കെ. ബംഗാൾ വിഭജനത്തിന് എതിർത്തുകൊണ്ട് വലിയ സമരങ്ങൾ നടക്കുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഒരു കീർത്തനമുണ്ട്, ഒരു പാട്ട്. ഏതാ? അമർ സോണാർ ബംഗ്ല. പിന്നീട് അത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറി. അതും അറിയാം. കഴ്സൺ പ്രഭു വിഭജിച്ചു. അതിനുശേഷം ബംഗാൾ വിഭജനം സമരങ്ങളെയൊക്കെ തുടർന്ന് റദ്ദാക്കി. ഏതു വർഷമാ? 1911. ആരാണ് വിഭജനം റദ്ദാക്കിയത്? ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ഈ 1911 മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയെങ്കിലും അതിനൊരു ഒരു കാര്യം കൂടി ചെയ്തിട്ടാണ് അവർ റദ്ദാക്കിയത്. അന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയായിരുന്നു. അപ്പോൾ എന്തായി? കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയാക്കി മാറ്റി. തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. ബംഗാൾ വിഭജനം റദ്ദാക്കി, അത് സമ്മതിച്ചു. പക്ഷെ തലസ്ഥാനം എന്നുള്ളത് കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. അപ്പം ഏത് ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഹാർഡിഞ്ച് പ്രഭു തന്നെയാണ്. ഓക്കെ.